കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും ഹൈക്കമാൻഡിന്റെ അണ്ടറിലാണ്, ഹൈക്കമാൻഡിന്റെ നിരീക്ഷണത്തിലാണ്. ഹൈക്കമാൻഡ് പറയുന്നതേ ഇവർ ചെയ്യൂ. ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഒടുവിൽ കെ.സി. വേണുഗോപാൽ, ആ തരത്തിലുള്ളൊരു കമ്മിറ്റിയാണ്. ചിലപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയും ഒക്കെ കേരളത്തിന്റെ കാര്യത്തിൽ ചിലപ്പോൾ ഇടപെട്ടേക്കാം. മുമ്പ് പുനഃസംഘടന എന്ന് പറഞ്ഞാൽ ഈ 10-ന്, അതായത് ഓഗസ്റ്റ് 10-ന് പുനഃസംഘടന പൂർത്തിയാക്കുമെന്ന് വീമ്പിളക്കിയാണ് ഡൽഹിക്ക് പറഞ്ഞത് 4 ആളുകൾ. ആരൊക്കെ? സണ്ണി ജോസഫ്, പി.സി. വിശ്വനാഥ്, ഷാഫി പറമ്പിൽ, എ.പി. അനിൽകുമാർ. ഇവർ 4 പേരും പോയിട്ട് പറഞ്ഞു ഞങ്ങൾ 10-ാം തീയതിക്ക് മുന്നേ തന്നെ പുനഃസംഘടന പൂർത്തിയാക്കി ശ്രീ ലാളിതരായി തിരികെ എത്തുമെന്ന് പറഞ്ഞിട്ടാണ് ഡൽഹിക്ക് പറഞ്ഞത്. പക്ഷേ എന്തായി? ഡൽഹിക്ക് ചെന്നപ്പോൾ ആകെ നിരാശയായി. സാധാരണഗതിയിൽ പാർട്ടിയിൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നപ്പോൾ, അതായത് ഗ്രൂപ്പ് സജീവമായിരുന്നപ്പോൾ, ഗ്രൂപ്പ് ഇപ്പോൾ അല്ലേ എന്ന് ചോദിച്ചാൽ സജീവമാണ്. ചെന്നിത്തലയ്ക്ക് ഗ്രൂപ്പുണ്ട്, സതീശന് ഗ്രൂപ്പുണ്ട്, 2 പേർക്കും ഗ്രൂപ്പുണ്ട്, 2 പേരും തമ്മിൽ അടിക്കുന്നുമുണ്ട്. അത് നമ്മൾ പുറത്ത് അറിയുന്നില്ലെന്ന് മാത്രം. എന്നാൽ ഇപ്പോൾ പറഞ്ഞു വരുന്നത് എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും തിരുത്തൽവാദികളും ഒക്കെ ശക്തമായി നിന്നപ്പോൾ അവർ പാനൽ നിശ്ചയിക്കും. ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ഇന്ന ആളുകളെ ഇന്ന പോസ്റ്റുകളിലേക്ക് വെക്കണം എന്ന് ഒരു കത്ത് ആർക്ക് കൊടുക്കും? KPCC അധ്യക്ഷന് കൊടുക്കും. KPCC അധ്യക്ഷൻ ആ കത്ത് പരിശോധിക്കും. എന്നിട്ട് ഒരു ടാലി ഉണ്ടാക്കി നേരെ ഡൽഹിക്ക് പറക്കും, ഹൈക്കമാൻഡിന് കൊടുക്കും. ഹൈക്കമാൻഡ് അത് അംഗീകരിച്ച് ഒരു മുദ്ര വയ്ക്കും. ഇവരൊക്കെ ഭാരവാഹികളാകും. അതായിരുന്നു നിലനിന്നിരുന്ന സമ്പ്രദായം. പക്ഷേ ഇക്കുറി അങ്ങനെ ഗ്രൂപ്പ് സജീവമല്ല. എന്ത് ചെയ്തു? നേതാക്കൾ ഓരോരുത്തരുടെ പേര് സണ്ണി ജോസഫിന് കൊടുത്തു. സണ്ണി ജോസഫിൻ്റെ അടുത്ത് ചെന്നിത്തല കുറച്ച് പേര് കൊടുത്തു, കെ.സി. വേണുഗോപാൽ കുറച്ച് പേര് പറഞ്ഞു, അതുപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് പേര് പറഞ്ഞു, വി.ഡി. സതീശൻ പേരുകൾ പറഞ്ഞു. അങ്ങനെ ഈ പേരുകളൊക്കെ പേപ്പറിൽ എഴുതി സണ്ണി ജോസഫ് വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ട് നേരെ ഡൽഹിക്ക് പോയി. ഈ പേരുകൾ കൊടുത്താൽ മതി, ഒരു കരട് പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടല്ലോ, ഈ കരട് പട്ടിക കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. എന്താണ്, 70ഓളം സെക്രട്ടറിമാരെ എടുക്കാം, 35ഓളം ജനറൽ സെക്രട്ടറിമാരെ എടുക്കാം. പിന്നെ DCC പുനഃസംഘടന നടത്താം. മലപ്പുറം, എറണാകുളം, കണ്ണൂർ, തൃശ്ശൂർ ജില്ലകൾ ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ, വയനാട് തുടങ്ങിയ സ്ഥലങ്ങൾ ഒഴികെ മറ്റു സ്ഥലങ്ങളിൽ DCC പ്രസിഡന്റുമാരെ വയ്ക്കാം എന്നൊക്കെ പറഞ്ഞ് അവിടെ എത്തിയപ്പോൾ ഹൈക്കമാൻഡ് പറഞ്ഞു, മിസ്റ്റർ സണ്ണി ജോസഫ്, നിങ്ങൾ MP-മാരുടെ വാക്കുകൾ കേട്ടില്ല. ഇതെന്തോ ഇടങ്കോലിട്ടതാണ്. കാരണം കൊടിക്കുന്നിൽ സുരേഷിൻ്റെ വീട്ടിൽ ഈ രഹസ്യമായി കോൺഗ്രസ്സുകാർ ഒരു യോഗം ചേർന്നിരുന്നു. അതിനാൽ M.K. രാഘവൻ MP ഉൾപ്പെടെ ഉള്ള ആളുകൾ പങ്കെടുത്തു എന്നാണ് വിവരം. ശശി തരൂർ മാത്രമാണ് ഇത്തരം ഗ്രൂപ്പിൽ നിൽക്കാതെ നിന്നത്. അതുകൊണ്ട് ശശി തരൂർ സണ്ണി ജോസഫ് അദ്ദേഹത്തെ വീട്ടിൽ പോയാണ് കണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രഹസ്യ യോഗത്തിലേക്ക് തീരുമാനം എന്ന് പറഞ്ഞാൽ സണ്ണി ജോസഫും ഈ പറയുന്ന ഷാഫി പറമ്പിലും P.C. വിശ്വനാഥും A.P. അനിൽകുമാറൊക്കെ ചേർന്നിരുന്ന് ചില നേതാക്കൾ പേര് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കരടും കൊണ്ട് വന്നിട്ടുണ്ട്. ആ കരടല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ചില ആളുകൾ സ്ഥിരമായി DCCയിൽ വേണം. അവർക്കൊരു കൃത്യമായ ന്യായമായ അവകാശങ്ങൾ ലഭിക്കണം. അവരെങ്ങനെ വെറും കടലാസ് പുലികളായി വച്ചിരിക്കാൻ പാടില്ല എന്നൊക്കെ തീരുമാനമെടുത്തിട്ട് പറഞ്ഞു. ഹൈക്കമാൻഡിനോട് പറഞ്ഞു, ഇവർ നാട്ടിൽ വെച്ച് MP-മാരെ കണ്ടില്ല. MP-മാരെ കണ്ടില്ല എന്ന് പറയാൻ കാരണം നേരത്തെ തന്നെ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്. KPCCയിൽ കേരളത്തിൽ നല്ല എവിടെയാണെങ്കിലും ഏത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണെങ്കിലും പുനഃസംഘടനയോ സംഘടനയുമായി ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ സംസ്ഥാനത്ത് നിന്ന് പാർട്ടിയുടെ MP-മാരുടെ കൂടി വിവരങ്ങൾ അറിയണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അല്ലാതെ MP-മാർ നിങ്ങളുടെ സംസ്ഥാനത്ത് നിന്ന് ജയിച്ച് ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ സംസ്ഥാനവുമായി ബന്ധമില്ലാത്തവരാണ്, സംഘടനയുമായി ബന്ധമില്ലാത്തവരാണ് എന്നൊരു തോന്നൽ ഇനി ഉണ്ടാകരുതെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശത്തിൽ പിടിച്ചെന്ന് പറഞ്ഞത് MP-മാരുമായി KPCC നേതൃത്വം ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ ലിസ്റ്റ് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന ഒരു പാര ഹൈക്കമാൻഡിന് കിട്ടി. ഹൈക്കമാൻഡ് അത് സണ്ണി ജോസഫിനോട് പറയുകയും ചെയ്തു. അങ്ങനെ ആകെ വിഷണ്ണരായി സണ്ണി ജോസഫും സംഘവും കേരളത്തിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെ ഇരിക്കണം, ജനറൽ സെക്രട്ടറിമാരുടെ കാര്യവും ട്രഷററുടെ കാര്യവും ഒക്കെ ഭയങ്കര പേരായിരുന്നു. ജ്യോതികുമാർ ചാമക്കാല ട്രഷറാകും, ഇന്ന ആളുകൾ ജനറൽ സെക്രട്ടറിമാരാകും, ഇത്രയും പേര് സെക്രട്ടറിമാരാകും. അങ്ങനെ എല്ലാവരെയും പ്രീതിപ്പെടുത്താനാണ് പോയത്. പക്ഷെ ഒന്നും നടന്നില്ല. എന്നിട്ട് DCC പ്രസിഡന്റുമാരുടെ കാര്യത്തിൽ വീണ്ടും തർക്കമുണ്ട്. നിലവിൽ DCC പ്രസിഡന്റുമാരായി 3 കൊല്ലം പൂർത്തിയാക്കിയ ആളുകൾ അവർ തന്നെ തുടരുന്ന സാഹചര്യമുണ്ടെങ്കിൽ അവർക്ക് നിയമസഭയിലോ പാർലമെന്റിലോ ഇലക്ഷനിൽ നിന്ന് മത്സരിക്കുവാനുള്ള അവകാശമുണ്ട്. എന്നാൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനം അല്ലെങ്കിൽ താക്കോൽ സ്ഥാനത്ത് വരുന്ന ആളുകൾക്ക് മത്സരിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുകയില്ല. ഇതാണ് പറയുന്നത്. അപ്പോൾ പുതുതായി പദവിയിലെത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്ഥാനാർത്ഥിയാകണമെന്ന മോഹമുണ്ടെങ്കിൽ അവരിൽ നിന്ന് പിന്മാറും. അങ്ങനെ ഒരു അടിത്തട ഒഴിവാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും ഉണ്ടായിരുന്നു. പക്ഷേ ഏതായാലും ഇവിടെ പുനഃസംഘടന എന്ന് പറയുന്നത് വീണ്ടും കീറാമുട്ടിയായിട്ടുണ്ട്. നേതാക്കൾ തമ്മിലുള്ള പടലപ്പിണക്കവും നേതാക്കൾ തമ്മിലുള്ള ഗ്രൂപ്പുകളെയും തന്നെയാണ് ഈ പുനഃസംഘടന പാളിപ്പോയതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് മനസ്സിലാക്കാൻ അരിയാഹാരം കഴിക്കുന്ന ആളുകൾ ഒട്ടും അമാന്തിക്കില്ല എന്ന സത്യം KPCC നേതൃത്വം മനസ്സിലാക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.